നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ഇക്കാര്യത്തിൽ പ്രതിഭാഗവുമായി ധാരണയായതായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇനി ഇതിൽ കൂടുതൽ ഒരു സർക്കാരിന്റെ നീതിനിഷേധങ്ങൾക്ക് ഉദാഹരണം എന്തു വേണം? കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പീഡന കേസിൽ സർക്കാരും പ്രതിയും ധാരണയിലെത്തിയതായി കോടതിയിൽ പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭരണപക്ഷ സർക്കാരിനോട് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും. പ്രതിഭാഗവും സർക്കാരുമായി ധാരണയിലെത്തിച്ചേർന്ന കാര്യം ബുധനാഴ്ച വിചാരണ കോടതിയെ അറിയിക്കുകയും കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇരയേക്കാളേറെ എപ്പോഴും പിണറായി സർക്കാരിന് പ്രിയം പ്രതികളോടാണ്. ഓരോ ദിവസവും ക്രൂര പീഡനങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തുന്നവരുമായി പിണറായി സർക്കാർ കക്ഷി ചേരുന്ന കഥകളാണ് നാം ഇതുവരെ കണ്ടുവരുന്നത്. വധക്കേസിലും തട്ടിക്കൊണ്ടുപോകലിലും പിടിച്ചുപറിയിലും പീഡനത്തിലുമൊക്കെ ഇടതുപക്ഷ സർക്കാർ കൂറ് കാണിക്കുന്നത് ഇരകളോടല്ല, പ്രതികളോടാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മരണം, മറ്റു രാഷ്ട്രീയ കൊലപാതകങ്ങൾ, എന്തിനേറെ കഴിഞ്ഞ ദിവസം നാടിന്റെ സുരക്ഷയ്ക്കായി പോരാടുന്ന ക്രമസമാധാന പാലകർ, DYFI പ്രവർത്തകരെ കൈവച്ചപ്പോഴും പിണറായി സർക്കാർ കൂറ് പുലർത്തിയത് പ്രതികളോടായിരുന്നു. ഇപ്പോൾ കേരളത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറുകയാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളതിന് വ്യക്തത കൈവന്നിരിക്കുന്നു. പ്രമുഖ നടിയെ പീഡിപ്പിച്ച കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട് കോടതി വിധി പ്രകാരം ശിക്ഷ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ദിലീപ്. ആദ്യഘട്ടങ്ങളിൽ ഇതിനെതിരെ ഏതറ്റവും വരെ പോയി ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നുറപ്പിച്ചു പറഞ്ഞ സർക്കാർ തന്നെ പ്രതിയുമായി ധാരണയിലെത്തിയെന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പ് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇതിലൂടെ വെളിപ്പെടുന്ന മറ്റു കാര്യങ്ങളുണ്ട്. വിപ്ലവ നേതാക്കൾ അന്ന് കാണിച്ച വനിതാ മതിലും അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗുമൊക്കെ വെറും ഒരു പൊള്ളത്തരമാണെന്നും ഇടതുപക്ഷ നയങ്ങൾ എന്നും ഇരയോടൊപ്പമല്ല പ്രതിയോടൊപ്പമാണ് നിൽക്കുന്നതെന്നും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.